ഇപ്പോൾ PV അൻവർ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. അജിത് കുമാറിനെതിരെ ഇനിയിപ്പോ DGP അല്ല ആര് ഗവർണർ പരാതി കൊടുത്താലും, രാജ്യത്തിന്റെ പ്രസിഡന്റ് തന്നെ അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്താലും ആ പരാതി സ്വീകരിക്കപ്പെടുകയോ അതിന്റെ മുകളിൽ നടപടി ഉണ്ടാവുകയോ ചെയ്യില്ല. ഒറ്റ കാര്യം കൂടി പറയാം ഞാൻ, കാരണം അത് പറയാതെ പോകാൻ വയ്യ. ഇപ്പോ ഞാൻ കൊടുത്ത പരാതിയിൽ ഒരു പ്രധാനമായിട്ടുള്ള ഒരു വിഷയം സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസുമായി ബന്ധപ്പെട്ട, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ആ സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസ് യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്ത DYSP ഷാജി, അദ്ദേഹമാണ് അറസ്റ്റ് ചെയ്യുന്നത്. CPM-കാരാണ് ഇത് കത്തിച്ചത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി BJP പരിശ്രമിക്കുകയും അതിന് കൂട്ടുനിൽക്കുകയും ചെയ്തൊരു പോലീസ് ഉദ്യോഗസ്ഥന്മാരും അന്വേഷണ സംഘം ഉണ്ടായിരുന്നു. യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ കണ്ടില്ല. അതിനുശേഷം ഷാജിയെ നിയമിച്ചതിന് ശേഷമാണ് യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുന്നത്. ഇന്ന് ആ ഷാജിയെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അദ്ദേഹമാണ് പല രേഖകളും എനിക്ക് ചോർത്തി തന്നതെന്ന് പറയുന്നത്. ഞാനന്ന് പുറത്തുവിട്ട ആ അന്വേഷണ റിപ്പോർട്ട് എന്ന് പറയുന്നത് കോടതിയിൽ കൊടുത്ത ഡോക്യുമെന്റാണ്, ആർക്കും ആക്സസ് ചെയ്യാവുന്ന ഡോക്യുമെന്റാണ്. ആ ഡോക്യുമെന്റ് എനിക്ക് തന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ പറയുന്ന ഷാജി DYSPയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മുടെ എന്താ പറയാ, താനൂരിലെ താമർ ജിഫ്രി കേസിലെ പെട്ടിരുന്ന പ്രതികളായ 4 പോലീസ് ഉദ്യോഗസ്ഥരെ തിരിച്ചെടുക്കുന്നു, അജിത് കുമാറിനെ തിരിച്ചെടുക്കുന്നു, ADGP അജിത് കുമാറിന് സുജിത് ദാസിനെ തിരിച്ചെടുക്കുന്നു, ADGP അജിത് കുമാറിന് ക്ലീൻ ചീറ്റ് നൽകുന്നു. ഇതേ ഘട്ടത്തിൽ കേരളത്തിലെ ഒരു കേസിനെ, കേരളത്തിലെ രാഷ്ട്രീയത്തെ ബാധിച്ച, പൊതുസമൂഹത്തെ ബാധിച്ച സന്ദീപാനന്ദഗിരിയിലെ കേസിന്റെ ആശ്രമം കത്തിച്ച കേസിലെ പ്രതികളെ കൃത്യമായി അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി അതിന്റെ റിപ്പോർട്ട് കൊടുത്ത ഒരു DYSPയെ എനിക്കുമായി വ്യക്തിപരമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞ് സസ്പെൻഡ് ചെയ്ത പോലീസാണ് കേരളത്തിലെ മുഖ്യമന്ത്രി നയിക്കുന്ന ഈ പറയുന്ന അജിത് കുമാറും V ശശിയും അടക്കമുള്ളവർ. അതുകൊണ്ട് നമ്മൾ ഈ വിഷയത്തിൽ ഒരു നീതിയും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. ഇത് കേരളത്തിലെ ജനങ്ങൾ കാണും. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട്. ജനങ്ങൾ ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടേക്കാണ് കേരളത്തെ ഈ മുഖ്യമന്ത്രിയും ഓഫീസും കൊണ്ടുപോകുന്നത്? അതിന് അതിശക്തമായ തിരിച്ചടി. കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു നിയമസഭാ മണ്ഡലത്തിൽ കിട്ടാത്ത ഭൂരിപക്ഷം, ഒരാൾക്കും ഇന്ന് വരെ നേടാൻ കഴിയാത്ത ഭൂരിപക്ഷത്തോടുകൂടി UDFന്റെ സ്ഥാനാർത്ഥി വിജയിക്കും. അത് ഈ കേരള രാഷ്ട്രീയത്തിലെ മുഖ്യമന്ത്രിയുടെയും കുടുംബവും SFIയും കള്ളക്കടത്തും സ്വർണ്ണക്കടത്തും കരിമണൽ ഖനനവും എങ്ങനെ പണമുണ്ടാക്കാം അതിന് റിസർച്ച് നടത്തുന്ന ഒരു ഓഫീസായി, അതിന് എന്താ പറയാ വേണ്ടിയിട്ടുള്ള റിസർച്ചുകൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഓഫീസായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറിയിട്ടുണ്ട്. മറ്റൊരു ഇതുള്ളത്, ഒരു ADGP മറ്റൊരു ADGPക്കെതിരെ വ്യാജമൊഴി കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ അതിന് പോലും ഒരു ക്വാളിറ്റിയിലെ ഒരു ഇതാണല്ലോ, കാരണം കള്ളം പറഞ്ഞു ആ ഒരു പോസ്റ്റിൽ ഇരിക്കുന്ന ഒരാൾക്ക് എന്നുള്ളതാണ്. ആ ചോദ്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, സത്യത്തിൽ ഈ അജിത് കുമാർ ഇപ്പോൾ കാക്കി ധരിച്ച് നടക്കുന്നത് കേരളത്തിലെ പോലീസുകാരെ സംബന്ധിച്ചും ജനങ്ങളെ സംബന്ധിച്ചും അപമാനകരമാണ്. ഇതുപോലെയുള്ള ഒരു പക്ക ക്രിമിനൽ ആ ക്രിമിനലിനെ ഈ വേഷം ധരിപ്പിച്ച് ഈ കേരളത്തിലെ പോലീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെ മാന്യമായ പോലീസാണ്. ആ പോലീസിന്റെ തലപ്പത്ത് ഇതുപോലെയുള്ള ഒരു ക്രിമിനലിനെ കൊണ്ടിരുത്തി ആ പോലീസിനെ തന്നെ എന്താ പറയാ ഈ ക്രിമിനൽ വരിക്കരിച്ച ഒരു കാലഘട്ടം കേരളത്തിൽ ഉണ്ടാവില്ല. ഇപ്പൊ നോക്കൂ, നിങ്ങൾ എയർപോർട്ടിൽ നിന്ന് എന്താ സ്വർണം പിടിക്കാത്ത? സ്വർണ്ണം എപ്പോഴും വരുന്നുണ്ടല്ലോ. നിങ്ങൾ ആരും ശ്രദ്ധിച്ചില്ലേ? കഴിഞ്ഞ 4-5 മാസമായിട്ട് കസ്റ്റംസ് ആണല്ലോ സ്വർണം പിടിക്കുന്നത്. എന്താ പോലീസ് പിടിക്കാത്തത്? എയർപോർട്ടിന്റെ അകത്താണല്ലോ സ്വർണ്ണപ്പിടുത്തം നടക്കുന്നത്. അപ്പൊ ഇതൊരു, ഞാൻ അന്ന് പറഞ്ഞത്, ഓരോ ഘട്ടത്തിലും ഓരോന്നും എടുത്ത് നിങ്ങൾക്ക് പരിശോധിച്ചാൽ സാധിക്കും. സ്വർണത്തിന്റെ ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് നടക്കേണ്ട സമയമാണ് ഇപ്പോൾ. ലോകത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത വിലയിലേക്ക് സ്വർണം പോയിരിക്കുകയാണ്. ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പോലീസ് പിടിക്കുന്നത്. അപ്പോ ആ കേസുകളിലൊക്കെയും സുജിത് ദാസിനെ അടക്കം രക്ഷപ്പെടുത്തിക്കൊണ്ട് അതിലേക്ക് ചാപ്പ കുത്താനാണ് ഈ പറയുന്ന വിജയനെതിരെ. എന്താണ് സ്റ്റേറ്റ്മെന്റ്? ആ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുമ്പോൾ അദ്ദേഹം കൊടുത്ത മൊഴിയാണ്, P വിജയന് ഈ കള്ളക്കടത്തുമായി ബന്ധമുണ്ട് എന്ന് സുജിത് ദാസ്, മലപ്പുറം SP ആയ സുജിത് ദാസ് എന്നോട് പറഞ്ഞു എന്നാണ് മൊഴി കൊടുത്തത്. അപ്പൊ അതിന്റെ ഒരു എന്താ പറയാ ഡെപ്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കേസിലെ 3 ആളുകളും IPSകാരാണ്. പ്രതിയാക്കപ്പെട്ട അല്ലെങ്കിൽ കുറ്റം ചെയ്തു എന്ന് പറയുന്ന ആള് IPS വിജയന്. ഇങ്ങനെ കള്ളക്കടത്തുകാരുമായി സഹായിച്ചു എന്ന് സുജിത് ദാസ് പറഞ്ഞു എന്ന് പറയുന്നതിന് IPS. ഇത് ജനങ്ങളോട് പറയുന്ന, അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോട് പറയുന്ന അജിത് കുമാർ IPS. അപ്പോൾ
ഏത് നിലവാരത്തിലേക്ക് കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ എന്താ പറയുക അവസ്ഥ മാറി. ഇപ്പം തന്നെ നോക്കൂ, നിങ്ങളൊക്കെ മയക്കുമരുന്നിനെതിരെ വലിയ പോരാട്ടം നടത്തുകയാണ്. എല്ലാ ചാനലുകളും രംഗത്തുണ്ട്. ഇപ്പം കഴിഞ്ഞ ഒരു 1.5-2 മാസമായിട്ടാണല്ലോ ഈ മയക്കുമരുന്ന് കേസ് ഇത്രയും പിടിക്കപ്പെട്ടത്. എവിടെയായിരുന്നു ഈ പോലീസ്? ഇത് കേരളത്തിൽ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലല്ലോ. നമ്മൾ ആവർത്തിച്ച് കേരളത്തിന്റെ നിയമസഭയിലടക്കം ആവർത്തിച്ച് പറഞ്ഞ വ്യക്തിയാണ് ഞാൻ. അതിനെ സപ്പോർട്ട് ചെയ്തതിന് ആരാണ്? ഡാൻസ് ആഫ് എന്ന് പറയുന്ന ഒരു സംഘം ഉണ്ടാക്കി. ADGP MR അജിത് കുമാറിനെതിരെ PV അൻവർ വീണ്ടും ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ്. പി വിജയനെതിരെ സ്വർണ്ണക്കടത്തിൽ പി വിജയന് ബന്ധമുണ്ട് എന്ന തരത്തിൽ തെറ്റായ മൊഴി നൽകിയതിൽ ക്രിമിനലായും സിവിലായും കേസെടുക്കാമെന്ന് DGP പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ MR അജിത് കുമാറിനെതിരെ നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകില്ല. കാരണം MR അജിത് കുമാർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പോറ്റുമകനാണ് എന്നാണ് PV അൻവർ ആരോപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസ് എങ്ങനെ പണം ഉണ്ടാക്കാം എന്നതിൽ ഗവേഷണം നടത്തുന്ന ഒരു ഓഫീസായി മാറിയിരിക്കുന്നു എന്ന ഗുരുതരമായ ആരോപണം കൂടി അൻവർ ഉന്നയിക്കുന്നു. എനിക്കൊന്ന് ക്രിസ്റ്റീന, അൻവർ ഇത് ആദ്യത്തെ തവണയെല്ലാം നിരന്തരം ഈ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. പുതിയ പശ്ചാത്തലത്തിൽ അൻവർ അത് ആവർത്തിക്കുന്നു. അതെ, അതുപോലെ തന്നെ സേനയുടെ തലപ്പത്ത് ഒരു ക്രിമിനലിനെ കൊണ്ടിരുത്തുക തുടങ്ങിയ പരാമർശങ്ങളും അദ്ദേഹം നടത്തിയുണ്ട്.